ഹലോ, ആ അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. മൻസൂർക്കല്ലേ? അതെ. മൻസൂർക്ക, നിങ്ങളെ വീഡിയോസ് കാണാറുള്ള ഒരാളാണ്. ഉം. എന്റെ റിയാസ്, കൊടുങ്ങല്ലൂരാണ് സ്ഥലം. ആ അപ്പൊ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വിളിച്ചാണ്. നിങ്ങളൊരു വീഡിയോസ് കാര്യങ്ങൾ വെച്ചാൽ പലർക്കും ഉപകാരപ്പെടുന്നുണ്ട്, എനിക്ക് ഉപകാരപ്പെട്ട് ഉം. അത് സംബന്ധമായിട്ട് വിളിച്ചാണ്. കൊടുങ്ങല്ലൂരാണോ നിങ്ങള്? അതെ അതെ, കൊടുങ്ങല്ലൂര്. ആ നിങ്ങൾ മണ്ണാർക്കാടല്ലേ? ഉം. ഞങ്ങളെ വീഡിയോസ് കാണാറുണ്ട്. ഇപ്പൊ കുറച്ചു നേരത്തെ നിങ്ങളൊരു വീഡിയോ കണ്ടിരുന്നു. ഉം. അപ്പൊ നമ്മളേ ഉം. ഈ സംഭവം ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ വീഡിയോസ് കാണണേക്കുമ്പേ ഞാൻ ഒരു സമസ്ത ഇതിൽപ്പെട്ട ഒരാളായിരുന്നു. എഴുതുനിക്കാരൻ അത്രേ ഉള്ളൂ. ഉം. അങ്ങനത്തെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കുറെ നാൾ എനിക്ക് 32 വയസ്സായിപ്പോ. ഉം. അപ്പൊ കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് എനിക്കിനെ ഡൗട്ട്. ഇപ്പൊ ആരോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണൊക്കെ മൂല്യാക്കന്മാര് സുന്നി ആൾക്കാരാണ്. ഇവരെങ്ങനെ പറഞ്ഞാൽ ഇതല്ലേ പറയുള്ളൂ. ഉം. അപ്പൊ അത്യാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞമ്മ ആരെ വീഡിയോ കണ്ടാലും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് കളയുന്നു. സുന്നിക്കാരല്ലാത്ത ടീമിനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്നു. നമ്മ അങ്ങനെയല്ല പഠിച്ചേക്കണത്. പറഞ്ഞത് കേൾക്കാൻ പാടില്ല എന്നുള്ളതില്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നത്. ഒരാൾ കോള് വിളിച്ചിട്ട് ഒരാൾ നിങ്ങളുടെ കോൾ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കണ്ട്. ഇത് നിങ്ങൾ ആവശ്യമില്ലാത്തതിന്റെ പുറകെ പോണതിനാണ്. നിങ്ങൾക്ക് ഖുർആൻ ഹദീസും ചെയ്യാണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്ട് അവിടെ മൗലൂദ് ചൊല്ലിയിട്ട് അത് ചെല്ലേണ്ട ആവശ്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കും തോന്നി അത് ശരിയാണല്ല. അള്ളാഹു തആല നമുക്ക് നിർബന്ധമാക്കിയത് നിസ്കാരമുണ്ട്. നിസ്കാരത്തിന്റെ നബിദിനത്തിന് ചോറുണ്ടാക്കലും ബഹളം അവരുടെ നിസ്കാരങ്ങളായിട്ടൊക്കെ ചെയ്യണത്. ഇപ്പൊ ഒരു വീട് പാർക്കല് ഞാൻ എന്റെ അനുഭവത്തിലുള്ളതാണ്. വീട് പാർക്കൽ നടക്കുമ്പോ ആദ്യം അവിടെ ചെല്ലുന്നവരെ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് ഉസ്താനെ കുറിച്ചിട്ട് മൗലൂദ് ചൊല്ലും. ചിലപ്പോ നിസ്കരിച്ചിട്ടുണ്ടാവില്ല അവിടെ. അപ്പൊ എനിക്ക് ശരിയായിട്ടൊക്കെ തോന്നി. ശരിയായിട്ടൊന്നുമില്ല. ഞാൻ അത് സംബന്ധമായിട്ടുള്ള ഇപ്പൊ മുജാഹിദായാലും ജമാഅത്ത് അവരുടെ പ്രസ്ഥാനത്തിന്റെ പരമായിട്ടുള്ള ആൾക്കാരെ കണ്ട് അത് സംബന്ധമായ സംശയങ്ങൾ തീർക്കാറുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരാളോട് ചോദിച്ചപ്പോ എന്റെ ഒരു കൂട്ടുകാരുണ്ട്. എന്റെ കൂട്ടുകാരൻ അവൻ മുജാഹിദാണോ വെച്ചാൽ അങ്ങനെ സലഫ് എന്നാണ് അവൻ പറഞ്ഞത്. സലഫുകൾ എന്ന് പറഞ്ഞാണ് ആര് സലഫി സ്വാലിഹ് എന്നുള്ള രീതിയിൽ പിന്തുടരുന്ന ടീം. അങ്ങനത്തെ വേഷവിധാനങ്ങളും കാര്യങ്ങളും. അപ്പൊ പറഞ്ഞ് നീ ഇപ്പൊ പള്ളിയിൽ പോകുമ്പോ ഏതായാലും ജമാഅത്തിന്റെ മുജാഹിദിന്റെ പള്ളിയിൽ പോയിട്ട് നിസ്കാരം ശരിയാവും. അക്കീദ ശരിയാണ്. ശിർക്ക് ചെയ്യാത്തത് കൊണ്ടുമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ സുന്നിക്കാരെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ അവര് ഇമാമാര് ശിർക്ക് ചെയ്യണവരായിരിക്കും. പള്ളിയിൽ ചിലപ്പോ അത് സംബന്ധമായ റാത്തി മുഴുവൻ കിടക്കുന്ന ശിർക്കിന്റെ സംഭവം നടക്കണല്ലോ. അപ്പൊ അത് സംബന്ധമായിട്ട് കേട്ടപ്പോ എനിക്കും ശരിയായിട്ട് തോന്നി. അപ്പൊ ഞാനിപ്പോ വിളിച്ച് വേറെ കാര്യങ്ങൾ ചോദിക്കാനല്ല, നിങ്ങളെ വീഡിയോ ഗുണം ചെയ്യേണ്ട പലർക്കും എന്നുള്ള രീതിയിൽ ആരെയും സംസാരിച്ചാണ്. അത്രേ ഉള്ളൂ. സാഹിബിന്റെ പേര് പറഞ്ഞത് റിയാസ്. റിയാസ് ഇപ്പോ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഏകദേശം എത്ര മാസം ആയി? ഞാൻ 3 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. 3 മാസത്തിന്റെ അടുത്തായിട്ടുള്ളൂ. 3 മാസം ആയിട്ടുണ്ടാവില്ല നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട്. അതിക്ക് മുമ്പേ ഞാൻ ഇതൊക്കെ ഒരു വശപ്പശക്ക് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ റിയാസ് എന്റെ വീഡിയോ കണ്ടിട്ടാണോ മാറ്റങ്ങൾ വരൽ തുടങ്ങി? സത്യം മാറ്റങ്ങൾ വന്നു തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഒരു സമസ്ത ആരോ വിളിച്ചിട്ട് എന്താ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വോയിസ് റെക്കോർഡാന്ന് പറഞ്ഞു. അപ്പൊ ആ ചെയ്ത കുഴപ്പമില്ല. അപ്പൊ ആള് പുള്ളി നിങ്ങളോട് തർക്കിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ, എനിക്കറിയാം റെക്കോർഡാണ്, എനിക്കറിയാം. അതുകൊണ്ട് എത്ര കൂളായിട്ട് സംസാരിക്കുന്നത്. ഇനി റിയാസ് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. പറഞ്ഞോ. ഒരു സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്ത് സലഫാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഈ സലഫി എന്നുള്ള വാക്ക് അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട, ജിഹാദ് പോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. സലഫി എന്ന് പറഞ്ഞാല് ഇവിടെ ചില ആളുകള് അവരുടെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, സലഫികൾ എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റു ആളുകള് സലഫി തീവ്രവാദികൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സത്യത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ ആരും സലഫികളല്ലാതെ വരില്ല. കാര്യം എന്തെന്നറിയോ? സലഫി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജനവിഭാഗം അല്ല. സലഫു സ്വാലിഹീങ്ങളെ പിന്തുടരുന്നവനാണ് സലഫി. അപ്പൊ സലഫു സ്വാലിഹീങ്ങളായ റസൂലുള്ള, സ്വഹാബത്ത്, അയിമ്മത്തിന്റെ ഉലമാക്കൾ ഇവരെ പിന്തുടരാത്ത ഒരു മുസ്ലിമും ഇന്ന് ലോകത്ത് ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും അത് ഒരു സാങ്കേതികമായിട്ട് എല്ലാവരും സലഫികളാണ്. പിന്നെ സലഫി എന്നുള്ള ഇപ്പൊ സുന്നി എന്ന് പറയുന്ന എല്ലാവരും സുന്നികളല്ല. അത് നമ്മൾ സാധാരണ ഒരു തമാശക്ക് പറയുന്ന പോലെ ഉപ്പുംചാക്കില് പഞ്ചസാര എന്ന് എഴുതിയ പോലെയാണ് ഇവിടുത്തെ ചില സുന്നികള്. സുന്നത്ത് ഫോളോ ചെയ്യുന്നവർ സുന്നികള്. അപ്പൊ അവരെല്ലാവരും സുന്നികളല്ല. സലഫുകൾ എന്ന് പറഞ്ഞാല് സലഫു സ്വാലിഹീങ്ങളെ പിന്തുടരുന്നവര്. അങ്ങനെ ഒരു കാര്യം കൂടി റിയാസ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ ആര് ശരി ആര് തെറ്റ് എന്നല്ല ഇവിടെ പറയുന്നത്. ഖുർആനും സുന്നത്തും ഹദീസും ഖുർആനും അതാണ് ശരി. അത് ആര് ഫോളോ ചെയ്യുന്നോ അവരെ നമുക്ക് ഒപ്പം നിൽക്കാം. ഒരു ജമാഅത്തിന് ഒപ്പം നിൽക്കണതിനൊന്നും ഞാൻ എതിരല്ല.
ഞാനപ്പേ ഞാൻ സംഭവം ഒരാളുമായിട്ട് സംസാരിച്ചിങ്ങനെ ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു നടക്കുന്ന ഒരു ടീം വേറെ ആരും കുറ്റപ്പന നമുക്ക് കേട്ടില്ല, നമ്മളൊക്കെ പ്രായക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, എല്ലാവരും പറയുന്നതും ഖുർആനും ഹദീസും സുന്നത്തൊക്കെ തന്നെയാണ്, പലരും വ്യാഖ്യാനിക്കുന്ന പ്രശ്നങ്ങളാണ് പല രീതിയിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മ ഇങ്ങനെ മനസ്സിലാക്കും എന്നാൾ പറഞ്ഞുതരാണ്. റസൂൽ എന്ത് പറഞ്ഞോ അത് സഹാബത്ത് സ്വീകരിച്ചോ, താബിയങ്ങൾ പറഞ്ഞോ താബിയങ്ങൾ പറഞ്ഞോ, 4 ഇമാമിയങ്ങൾ പറഞ്ഞോ, അതിനപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളുടെ ഖുർആനും വായിക്കുള്ള അടിസ്ഥാനം. നമുക്ക് ഏതൊരു മനുഷ്യനെ നോക്കി അവനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എവിടെ ചെന്നാലും ഏതൊരു മനുഷ്യൻ ഇത്രയും മതി, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നിലേക്കും പോകണ്ട. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എടുത്ത് കളയാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മൗലൂദായാലും ഞാനൊക്കെ ഇതിന് പോയിരുന്നതാണ്, ഈ നബിദിനത്തിന് വായിക്കുള്ള. അപ്പൊ വിദഗ്ധാണ്. പിന്നെ ഈ ഖബർ സിയാറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇവരെ ഖബറിനെ വിളിച്ച് മുൻനിർത്തി ദുആ ചെയ്തിരുന്ന ഞാനടക്കം ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അല്ലാഹു തആല ദുആ ചെയ്ത് മാറി. അപ്പൊ അതൊക്കെ ശിർക്കാണെന്നും ചില ആൾക്കാര് ഖബർ അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് ബിദ്അത്താണെന്നും പറയുന്നുണ്ട്. ബിദ്അത്ത് ഹറാമായിട്ട് വരുമല്ലോ. ബിദ്അത്ത് മുൻമാതൃകയില്ലാത്തതാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവോട് തേടേണ്ട കാര്യങ്ങൾ അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കും, അള്ളാഹു ഉത്തരം ചെയ്യുന്ന പോലെ ഉത്തരം ചെയ്യും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് പച്ച ഷിർക്കാണ്. ഇനി കബറാളിയോട് തേടുന്നില്ല, ആ കബറാളിയെ തവസ്സുലാക്കി തേടുകയാണെന്നുണ്ടെങ്കിൽ അത് ബിദ്അത്തുമാണ്. അതാ ഞാൻ പറഞ്ഞത്. അത് ബിദ്അത്തുള്ളതുകൊണ്ട് ഷിർക്കുള്ളതുകൊണ്ട്. ഇനി ഖബർ ആരാധന എന്തുണ്ടോ അതെല്ലാം ബിദ്അത്തോ ഷിർക്കോ ആണ്. എന്തായാലും ഷിർക്കാണ്, ഷിർക്കുള്ളതുണ്ട്, എന്തായാലും ബിദ്അത്താണ് പഠിപ്പിച്ചത്. എന്നാൽ കബറാളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, സലാം പറയുക, കബറാളിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യല് അത് സുന്നത്താണ്. പറ്റും. കബറിങ് ചെന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരാൾക്കല്ല സലാം ചെല്ലല്. ഈ പ്രത്യേകിച്ചൊരു കബറുണ്ടാകലൊക്കെ അത് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ്. നമ്മൾ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ തന്നെ നമ്മൾ പരമാവധി നമ്മുടെ പാദരക്ഷകൾ ഒഴിവാക്കിയിട്ട് ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുക എന്നൊരു ശക്തമായ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ് അവിടെ പറയേണ്ടത്. അത് ആ കബറാളികൾക്ക് മുഴുവനുള്ള സലാമാണ്. ആ സലാമിന് അവരിങ്ങോട്ട് മടക്കൂല അതൊന്നുമല്ല. റസൂലുള്ളാഹി നമ്മളെ അടുത്ത് പറഞ്ഞു സലാം പറയണം കബറാളികൾക്ക്. അത് കൂട്ടത്തോടെയാണ് നമ്മൾ പറയുന്നത്. ആ പറയുമ്പോ തന്നെ അവിടെ ജഹാലത്തിലൂടെ മരണപ്പെട്ട ഏതെങ്കിലും മുശ്രിക്കോ മുനാഫിക്കോ കാഫിറോ ഉണ്ടെങ്കിൽ ഓലിക്ക് സലാം എത്തൂല. കാര്യം അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമുൽ മുഅ്മിനീൻ എന്നാണ് പറയുന്നത്. ആ ഖബറിൽ ഉള്ള മുഅ്മിനീങ്ങൾക്കാണ് അസ്സലാം. അപ്പൊ സലാം പറയണം. സലാം പറയാനാണ് റസൂൽ പഠിപ്പിച്ചത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഉറൂസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടെ എനിക്കത് ശരിക്കും മനസ്സിലായത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പല ഉസ്താദന്മാർക്ക് 8-10 സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു കുട്ടി ജനിച്ചാലും മരിച്ചാലും സന്തോഷിക്കും. വിഷമം കാണിക്കുമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരാൾ മരിച്ചാലും ജനിച്ചാലും പൈസ ആണല്ലോ. എന്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത്. അല്ല എനിക്ക് അനുഭവം ഞാനും മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു കുട്ടി ജനിച്ചാലും അത് ഇപ്പൊ ഒരു കുട്ടി പണ്ടൊക്കെ മൗലൂദ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടായി ഒരു കൊച്ചു ജനിച്ചിട്ട് മൗലൂദ് തല്ലി അവിടെ ആൾക്ക് ഭക്ഷണം കൊടുക്കല് ആയിക്കോട്ടെ ബർക്കത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആ കൊച്ചിന് മരിച്ചിട്ടുണ്ട് തന്നെ. ഇബ്രാഹിം നബിയുടെ പേരിൽ ഈ കുന്നംകുളം നിങ്ങളുടെയൊക്കെ ഭാഗത്തുള്ള മൗലൂദ് ഇബ്രാഹിം നബിയുടെ പേരിൽ കോഴിനെ അറുത്തിട്ട് ഒരു മൗലൂദ് ഉണ്ട്. കുട്ടി ജനിച്ചാലല്ല, കുട്ടിക്ക് പിറന്നാളിന്റെ ഒക്കെ ആ ഒരു വയസ്സ് തികയുന്ന സമയത്തൊക്കെ ഒരു മൗലൂദ് നടത്തുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ എറണാകുളം തൃശ്ശൂർ ബോർഡർ ആയിട്ട് വരും. ഈ നിങ്ങൾ കൊടുങ്ങല്ലൂരാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ലാങ്ങില് തൃശ്ശൂർ സ്ലാങ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് മറ്റേ കാസർഗോഡായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഒരു തൃശ്ശൂർ ബോർഡർ ആയിട്ട് വരും. ഓക്കെ. ചിലപ്പോ സംസാരിക്കും മലപ്പുറം കോഴിക്കോട് സ്ലാങ് ചിലപ്പോ കേറി വരും. ഞാനേ പഠിച്ചിരുന്ന കൂട്ടുകാരന്മാരൊക്കെ അങ്ങനത്തെ ഇതിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. വെഡിങ്ങിന്റെ വർക്കാണ് ഞാൻ. വർക്കൊക്കെ ഉണ്ട്. വർക്ക് ഈ മാസം കുറവാണ്. അടുത്ത മാസം തൊട്ട് ഇപ്പൊ സീസൺ ആവും നമ്മളെ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ജസ്റ്റ് ഞാൻ വിളിച്ചെന്നുള്ളൂ. ഞാൻ കുറെ നാളെ നിങ്ങളെ വിളിക്കണം. നിങ്ങൾക്ക് വിളിക്കണേക്കുമ്പോ ഞാൻ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ മറ്റേ എന്താ പറയാ നമ്മളെ ഈ ഇന്ത്യയിൽ ബാൻ ചെയ്തൊരു
ആ പുള്ളിയുടെ പ്രസംഗം ഞാൻ കുറെ നാൾ കേട്ടിരുന്നു. അത് കേട്ടതിന് ശേഷമൊക്കെ എനിക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്കാണെങ്കിൽ തന്നെ ഷാഫി മദ്ഹബിൽ ഭാര്യ തൊട്ട് മുറിവെന്നാണ് സുന്നികൾ പഠിപ്പിക്കുന്നത്. ശരിക്കും മുറിവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ഈ ഷാഫി മദ്ഹബിനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി കൊടുത്ത് ഭയങ്കരമായിട്ട് പുകഴ്ത്തി കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തൊട്ടാൽ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. തൊടുക എന്നതും മുട്ടുക എന്നതും രണ്ടും രണ്ടാണ്. ഇവരത് മനസ്സിലാക്കിയോർത്ത് തെറ്റി. അനാവശ്യമായിട്ട് തൊട്ടാൽ ഒതു മുറിയും, തൊടേണ്ടതില്ല എന്നുള്ള പക്ഷക്കാരായ പണ്ഡിതന്മാർ പോലും ഉണ്ട്. തൊട്ടാൽ എന്നുള്ളത് പറയുന്നതോടൊപ്പം അറിയാതെ നിന്ന് തൊലി തമ്മിൽ ചേർന്നാൽ പോലും അവര് അത് കണ്ടെടുത്തിക്കുകയാണ്. സാഹിബിന് മനസ്സിലായോ? തൊടുന്നത് വേറെയാണ്, അറിയാണ്ട് തട്ടുന്നത് വേറെയാണ്. അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന്റെ ഉള്ളിലാണ് നമ്മൾ ഒതു കൊടുത്ത് വരികയാണ്, ഭാര്യ അങ്ങോട്ട് പോകുകയാണോ എന്ന് അറിയാണ്ട് തട്ടി പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഓടണ്ട ഒതു കൊടുക്കാന്. എന്നാൽ തൊടുക എന്നുള്ളത് മറ്റൊരർത്ഥമാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ആളുകൾ തന്നെ പറയും മദറിൻലോനെ തൊട്ട് കഴിഞ്ഞാൽ, ഉമ്മയെ തൊട്ട് കഴിഞ്ഞാല് ഒതു മുറിയില്ലെന്നും പറയും. എന്തിനാ ഈ അമ്മായിമാനെ തൊടാൻ പോണേ? അല്ല, അത് ഇവര് ഈ മസാല പറഞ്ഞപ്പോ അതൊന്ന് വിശദീകരിക്കണല്ലോ. അമ്മായിമാനെ തൊടേണ്ട ഒരാവശ്യം നമുക്കില്ല. ഇനി ഇപ്പൊ നമുക്ക് സലാം പറയുമ്പോ ഒന്ന് കൈ കൊടുക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒതു മുറിയില്ല എന്നാ പറയണത്. അപ്പൊ ഈ ഭാര്യയെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാലും പിന്നെയും അമ്മായിമാനെ തൊട്ടാ ഒതു മുറിയില്ല എന്നാണ് ഇവര് പറയണത്. അപ്പൊ ഇതിന്റെ ഒരു യഥാർത്ഥ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹറമിൽ പോയാലാണിത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തവാഫ് ചെയ്യുമ്പോഴും അതുപോലെ സഫാ മറുവക്കിടയിലുള്ള സഹീന്റെ സമയത്തൊക്കെ നമ്മൾ കൂട്ടമായിട്ടാണ് നടക്കുന്നത്. മുൻകൈയും മുഖവും മറക്കാൻ പാടില്ല ഉംറയ്ക്കും അതുപോലെ തന്നെ ഹജ്ജിനും. ആർക്ക്? സ്ത്രീകൾക്ക്. അപ്പൊ അവര് കൈ തൂക്കിയിട്ടിരിക്കുകയാണ്, നമ്മൾ കൈ തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയും അവരുടെ കൈയും തൊട്ട് കഴിഞ്ഞാൽ ഇവരുടെ വാദപ്രകാരം ഉളു മുറിഞ്ഞു. അപ്പൊ ഇവർ അതിനുള്ളൊരു ട്രിക്ക് എന്താ പ്രയോഗിക്കണമെന്നറിയോ? ഇവിടുന്ന് പോകുന്ന ആളുകളോട് പറയും, അവിടെ നിങ്ങൾ ഹറമിൽ പ്രവേശിക്കുമ്പോൾ ഉളു ചെയ്യുമ്പോ ഷാഫി മദ്ഹബ് വിട്ടിട്ട് ഹനഫി മദ്ഹബ് പ്രകാരം ഉളു ചെയ്യണമെന്ന്. മനസ്സിലായി? എന്നാ പിന്നെ ഈ എല്ലാ കാലത്തും ഹനഫി മദ്ഹബ് പ്രകാരം ഉളു ചെയ്താ പോരെ? ഇനി മറ്റൊരു കാര്യം, ഇതിലുള്ളൊരു വിവരക്കേട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിങ്ങോട്ട് ഇറങ്ങുമ്പോ എപ്പോഴാ പിന്നെ അത് ഷാഫി മദ്ഹബിലേക്ക് മാറില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണില്ല. ഷാഫി ഇമാമും അങ്ങനെ ഒരു മദ്ഹബ് മാറ്റവും മദ്ഹബ് എക്സ്ചേഞ്ചും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഇനി മദ്ഹബുകള് എന്നുള്ളത് അത് താരതമ്യ പഠനം നടത്തേണ്ട ഒരു വിജ്ഞാന ശാഖയാണ്. അല്ലാതെ നമ്മൾ അന്ധമായിട്ട് തലയിലും തലച്ചോറ്റിലും കയറ്റി വെക്കേണ്ട ഒരു തക്ലീദ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഷാഫി ഇമാമ് സഫി ഇമാമിന് ലഭിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഇവർക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഹദീസ് ഇവർക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പൊ ഷാഫി ഇമാമിന് ലഭിച്ച ഹദീസ് അല്ല അതിനു മുമ്പെയുള്ള അബു ഹനീഫ ഇമാമിന് ലഭിച്ചിട്ടുണ്ടാവുക, ഹനഫി ഇമാമിന്. അത് ഇപ്പോ അവർ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹനഫിയാക്കളുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവർ നമസ്കരിക്കുന്ന സമയത്ത് ഇമാമു വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ മാമൂമിങ്ങൾ ആമീൻ എന്ന് പറയൂല. എന്നാൽ അവർ പറയുന്നുണ്ട്, അത് ശബ്ദത്തിൽ പറയില്ല. എന്നാൽ ഷാഫി ഇമാമിന്റെ കാലം എത്തിയപ്പോഴേക്കും അതിന് ഹദീസ് കിട്ടി. നിങ്ങൾ വലദ്ദാലീൻ വൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയണം. അത് ചില ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണ്. അവർ ഇസ്ലാമിന്റെ ശത്രുക്കളായി ഉള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾ ഉറക്കെ പറയണേ എന്നുള്ളതാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ള ആ സ്വഹീഹായ ഹദീസ് കിട്ടിയപ്പോ ഷാഫി ഇമാം എന്ത് ചെയ്തു? ഹനഫി ഇമാം പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞില്ല, മൂപ്പർക്ക് ആ ഒരു ഹദീസ് കിട്ടിയില്ല. ഇദ്ദേഹത്തിന് കിട്ടിയത് ഇദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ ഷാഫി ഇമാമിന് ഭാര്യയെ തൊട്ടാൽ അല്ലെങ്കിൽ സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് മാത്രമല്ല, ഹനഫി ഇമാമിന്റെ കൗലില് ഇവർ തമ്മിൽ 54ഓളം വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പൊ കീഴ്വായു പോയാൽ ഒതു മുറിയില്ല, അതുപോലെ തന്നെ ഗുഹ്യഭാഗത്ത് തൊട്ടാൽ ഒതു മുറിയില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇമാം അബു ഹനീഫ. അപ്പൊ ഇമാം അബു ഹനീഫയുടെ മദ്ഹബ് പിന്തുടരുന്ന ഒരാളെ പിന്തുടർന്നുകൊണ്ട് ഷാഫി മദ്ഹബുകാർക്ക് നിസ്കരിക്കാൻ പറ്റൂല. കാര്യം അദ്ദേഹം അറിയാണ്ട് അവിടെ നിന്ന് ചൊറിഞ്ഞിട്ടാ വന്നിക്കണെച്ചെങ്കിൽ ഇവരുടെ വിശ്വാസപ്രകാരം ആ ഒതു മുറിഞ്ഞു. അവരുടെ വിശ്വാസപ്രകാരം അതൊരു അനാവശ്യമായ ഒരു കാര്യമല്ല. അറിയാണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഒതു മുറിയില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഇവർ തമ്മിലുള്ളത് അത് അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ യുദ്ധമൊന്നുമല്ല. അത് അവർക്ക് ലഭിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരൂപണം നടത്തി. എന്നാൽ ഒന്നുകൂടി ഹദീസുകൾക്ക് ഒന്നുകൂടി അടുത്തു നിൽക്കുന്ന നിരൂപണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാന്റെയാണ്. ഹിജ്റ 300 മറ്റോ ആണ് അദ്ദേഹം. ഈ ഹദീസ് ക്രോഡീകരണ സമയത്ത് ജീവിച്ച ആളാണ്.
അപ്പൊ നമ്മൾ എല്ലാ മദ്ഹബുകളെയും പഠിക്കണം. അത് ഖുർആനും സുന്നത്തിനും ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാണോ ആ അഭിപ്രായം നമ്മൾ പിന്തുടരണം. ഇതാണ് അതിന്റെ ഒരു കാര്യമുള്ളത്. റിയാസ് ഭായ്, എന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്നെ പോലെ ആരുടെയെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടൊന്നും താങ്കൾ ഇസ്ലാമിനെ വിലയിരുത്തുകയോ മനസ്സിലാക്കുകയോ നമുക്ക് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ട, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ട. പക്ഷെ ഞാനത് എനിക്കുണ്ടായ ഒരു സംഭവം, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ സംഭവം കൂടി ഉണ്ടായിരുന്നു, ഇതൊക്കെ എന്താണെന്ന്. അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, എന്റെ യുക്തിക്ക് ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രാധാന്യം ഇല്ലെങ്കിലും എന്നാലും മനസ്സിലാക്കാൻ വേണമല്ലോ. യുക്തിക്ക് പ്രാധാന്യമൊക്കെ ഉണ്ട് ഇസ്ലാമില്. പൂർണ്ണമായിട്ടും യുക്തി അടിസ്ഥാനമാക്കി പോകരുത്. പലരും വ്യത്യസ്ത ആൾക്കാരാണ്. എല്ലാവർക്കും ഒരേപോലെ യുക്തി പടച്ചറപ്പ് കൊടുത്തേക്കുന്നത്. ബുദ്ധി ഒരിക്കലും യഥാർത്ഥ വിശ്വാസമായിട്ട് ജീവിക്കാൻ കഴിയില്ല, പറ്റൂല. വീഡിയോ സംബന്ധമായ കാര്യങ്ങൾ ഞാൻ നോക്കിയപ്പോ കേട്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം, ഈ നിങ്ങൾ പറഞ്ഞ വെച്ച് നോക്കുമ്പോ ഇത് നമുക്ക് ഈ വാജിബാക്കിയ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം, ഈ ഇന്നലെ ഏതോ നൂറ്റാണ്ടിൽ വന്ന മങ്കൂസ് മൗലൂദിന് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് തന്നെ തോന്നി. അപ്പൊ ഞാൻ അതുമായിട്ട് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ പഠനം നോക്കിയപ്പോ ഞാൻ പിന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിലായാലും ഞാൻ ഇവരെ പിന്തുടരാനായിട്ട് പരമാവധി നിൽക്കാറില്ല. റിയാസ് ഭായ്, ഈ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഇട്ടു തരുന്നതാണെങ്കിൽ പോലും അതിന് നമുക്ക് ഓരോ സബബ്, ഒരു കാരണങ്ങളുണ്ട്, കാരണമുണ്ടാവും. ഒരു കാരണം, ഒരു സംഭവം, ഒരു സംസാരം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ഒരു കാര്യം, അത് കാരണമായിക്കൊണ്ട് നമ്മൾ കൂടുതൽ അതിലേക്ക് അടുക്കുക. പിന്നീട് ആ കാരണം അടിസ്ഥാനമാക്കി തന്നെ നമ്മൾ പഠനങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനും സ്വഹീഹ ഹദീസും പരമാവധി പഠിക്കാൻ ശ്രമിക്കുക യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. റിയാസ് ഭായ് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, പരിചയപ്പെട്ടതിലും. കാര്യങ്ങൾക്ക് ആവശ്യം ഞാൻ വിളിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. ഈ സമയത്തൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും വിളിച്ചിട്ട് പല രീതിയിലുള്ള സംസാരിക്കും. അപ്പൊ നിങ്ങൾ പലവരും വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സംഭവം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവര് പറഞ്ഞ രീതി അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ സംഭവം സംശയം ചോദിച്ചോട്ടെ, ഈ റെക്കോർഡ് എന്റെ ചെറിയൊരു ചാനൽ ഉണ്ട്, അതിൽ പുറത്തു വിട്ടോട്ടെ? നോ പ്രോബ്ലം. ഞാനിപ്പോ നിങ്ങളൊരു ഒരാൾ സംബന്ധമായിട്ട് ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ കേൾക്കണത്, വീഡിയോ അല്ല. നിങ്ങളെ വോയിസ് കേൾക്കണ്. അത് കേട്ടപ്പോഴാണ് നിങ്ങൾ അവർക്ക് ഉത്തരങ്ങളില്ല സംസാരിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകരായി എനിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ വായിക്കുള്ളൂ മനസ്സിലാണ്ട്, ഇത് സത്യം തിരിച്ചറിയാണ്ട് ഒരു ചെറിയ കണികട നിൽക്കുന്നുണ്ട്. ഇതായിരിക്കും സത്യം, ഇത് സംശയം ക്ലിയർ ചെയ്യാനായിട്ട് വന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്റെ ഒരു സംസാരം ചിലപ്പോ അത് ക്ലിയർ, ഇപ്പൊ എന്റെ സംസാരം ചിലപ്പോ ഞാൻ ഉദ്ദേശിച്ച പൂർണ്ണ ശരിയെന്ന് നോക്കിയില്ല, എന്നാലും അങ്ങനെയല്ല, എന്തെങ്കിലും വ്യത്യാസം വന്ന് ഞാൻ മറ്റേ സംഭവം നിർത്തിയത് വിദഗ്ധത്തും ശിർക്കും ചെയ്യണ കാര്യം ആ കാര്യത്തിൽ തൗഹീദിൽ എത്തിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പഠിക്കാന്നല്ലോ അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതെ. അപ്പൊ ഇത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതൊരാൾക്ക് വഴിയാവുകയോ വെളിച്ചമാവുകയോ ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് രണ്ടുപേർക്കും അത് ഗുണമുള്ള കാര്യമാണ്. അതെ. ഇന്നല്ല നമ്മുടെ ഗുണങ്ങളെല്ലാം നാം പ്രതീക്ഷിക്കേണ്ടത് നാളെയാണ്. ആരും തുണയില്ലാത്തൊരു സമയത്ത് ഇല്ലേ, അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തൊരു നന്മ നമുക്ക് ഗുണമായിട്ട് വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതിലേക്കും വലിയ കാര്യം എന്തുണ്ട് റിയാസ് ഭായ്? അതെ, സത്യം. ഇൻഷാ അല്ലാഹ് താങ്കള് ഒഴിവ് സമയങ്ങളിലൊക്കെ വിളിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ ബന്ധം അള്ളാഹുവിന്റെ പ്രീതിക്കും തൃപ്തിക്കും മാത്രമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് അള്ളാഹു നിലനിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ശരി. ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.